ഫാമിലി. അപ്പോൾ നമ്മളുടെ സയൻസിലെ ഫിസിക്സിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ആദ്യത്തെ ടോപ്പിക് എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കാണണം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നല്ലപോലെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മക്കളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പം ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെയും അതുപോലെ തന്നെ റിഫ്രാക്ഷനെയും പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം റിഫ്രാക്ഷൻ അവിടെ നിൽക്കട്ടെ, ഇതിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് നമ്മളുടെ റിഫ്ലക്ഷൻ എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പം റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് നേരെ തട്ടി തിരിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പം നമ്മളൊരു മിററിലേക്കോ എവിടേക്കെങ്കിലും ഒരു ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് തട്ടി തിരിച്ചു വരുന്ന സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്നും മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്നൊരു ടോർച്ച് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോർച്ച് അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദേ ലൈറ്റ് ബീം ഇങ്ങനെ വരുന്നുണ്ട്. ആ ലൈറ്റ് നേരെ വന്നൊരു മിററിലേക്കാണ് തട്ടുന്നത്. അപ്പം മിററിലേക്ക് തട്ടുന്ന സമയത്ത് അത് മിററിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ടോ മക്കളെ? ഇല്ല അല്ലേ. എന്താ ചെയ്യുന്നത്, അത് വന്ന അതേ എന്താണ് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ മക്കളെ. തിരിച്ച് ഉള്ളിലോട്ടേക്ക് കടന്നു പോകാതെ ദേ റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ പാത്ത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ആണല്ലോ. അപ്പം ഇങ്ങനെ ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സർഫസിൽ വന്ന് തട്ടി അത് തിരിച്ചു പോവുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. റെഡിയാണല്ലോ. അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ടോർച്ചിൽ നിന്നും ലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റിൽ നിന്നും ലൈറ്റ് ബീം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ നിന്ന് ലൈറ്റ് ദേ ഒരു റേ വന്നതാ ഇവിടെ നമ്മുടെ മിററിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിററിലേക്ക് വന്ന് തട്ടുന്ന മിററിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. എന്താണ് മക്കളെ, ഇൻസിഡന്റ് റേ എന്നാണ് പറയാ. എന്താണ് ഇൻസിഡന്റ് റേ? റെഡി. ഇനി അവിടെ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത് ആണല്ലോ. അപ്പൊ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ആ പേരിൽ തന്നെ നമുക്ക് പറയാം, എന്താ, റിഫ്ലക്റ്റഡ് റേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്, അത് തട്ടി എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വന്ന് തട്ടുന്ന റേനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പോകുന്ന അല്ലെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നും കൂടെ പറയുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം കുറച്ചധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ റിഫ്ലക്ഷന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മിറർ. അപ്പോൾ ഈ മിററിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു റേ വന്ന് ദേ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും, ഇൻസിഡൻറ്റ് റേ എന്നാണ് വിളിക്കുക അല്ലേ മക്കളെ. ആർക്കും ഒരു ഡൗട്ടും ഇല്ല, ഇതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്ന് തട്ടിയത് എവിടെയാ, ഇവിടെയാണ് അല്ലേ. ഈ ഒരു പോയിന്റിലാണ് ഇത് വന്ന് തട്ടിയിരിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ ആണല്ലോ. അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേ വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ. എന്താ മക്കളെ, നോർമൽ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇൻസിഡൻറ്റ് ചെയ്ത അതേ പോയിന്റിൽ നമ്മുടെ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 90 ഡിഗ്രീസ് ആണ് വരുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന സെൻറ്ററിലൂടെ ആ ഇൻസിഡൻറ്റ് ചെയ്ത പോയിന്റിൽ നമ്മൾ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർമൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മളുടെ റേ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഈസ് റിഫ്ലക്റ്റഡ് റേ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക,
റിഫ്ലക്റ്റഡ് റേ. റെഡി ആണല്ലോ. ഇനി നമുക്ക് വേറെ ഒരു 2 ആൾക്കാരെയും കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്നുമില്ല മക്കളെ, ഈ ഇൻസിഡൻറ്റ് റേൻ്റെയും ഈ നോർമലിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ആംഗിൾ നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് റേൻ്റെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് ആംഗിൾ അഥവാ ഐ. എന്താ മക്കളെ ഐ എന്ന് പറയുന്നത്? ഇൻസിഡൻറ്റ് ആംഗിൾ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ പുതിയ പുതിയ ആൾക്കാരാണ്, അപ്പം മനസ്സിലാക്കി വെക്കുക എന്താണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ഇനി നോക്കുക, ഈ നോർമലിൻ്റെയും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേൻ്റെയും ഇടയിൽ ഇതാ ഇവിടെയും നിങ്ങൾക്ക് ഒരു ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നില്ലേ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ആർ എന്നാണ് വിളിക്കുക. ഈ ആറിനെ നമ്മൾ എന്താ വിളിക്കുക? റിഫ്ലക്റ്റഡ് ആംഗിൾ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ മക്കളെ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും വിളിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഇവർ 3 പേരും അപ്പോൾ കുറച്ച് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് മനസ്സിലായി. ഇൻസിഡൻറ്റ് റേ ഉണ്ട്, നോർമൽ ഉണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഉണ്ട് അല്ലേ? ഇനി ഇവരെ സംബന്ധിച്ച് നമുക്ക് 2 ലോസ് ആണ് ഈ റിഫ്ലക്ഷനിൽ പഠിക്കാനുള്ളത്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? അപ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്, അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഈ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഒരു നിയമം പാലിച്ചുകൊണ്ടാണ്. അത് സ്റ്റേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ചോദിക്കും. അപ്പോൾ വാട്ട് ആർ എന്താ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2 ലോസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണുള്ളത്. ഒരു നോർമലുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഉള്ളത്? ഒരു നോർമലുണ്ട്, ഇതിനെ ഞാൻ നോർമൽ എന്ന് വിളിച്ചു. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ? ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേ ഉണ്ട്, ഇവിടുന്ന് തട്ടിപ്പോകുന്ന നമ്മളുടെ റിഫ്ലക്റ്റഡ് റേയും ഉണ്ട് ആണല്ലോ. ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, യെസ്, ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ, this is a reflected ray, this is I and this is R. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഇനി ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഐയും ആറും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഒന്നുമില്ല മക്കളെ, ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് 20 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി, ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഡിഗ്രി, അത്രയേ ഉള്ളൂ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഇൻസിഡൻറ്റ് റേയും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരു പ്ലെയിനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതായത് ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ പേപ്പറിൻ്റെ പ്ലെയിൻ, ഓക്കെ, അപ്പോൾ ഈ ബോർഡിലാണെങ്കിൽ ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ് ഇവർ 3 പേര് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വളരെ സിമ്പിളാണ്. The incident ray, reflected ray and the normal are all lies in the same plane. ഒരേ പ്ലെയിനിലായിരിക്കും. ഇത് രണ്ടും പഠിച്ചാൽ കഴിഞ്ഞു. ലോസ് ഓഫ് റിഫ്ലക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സെറ്റാണെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ 2 ലോസും വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇത് നമ്മളുടെ ഇൻ്റർഫേസ് ആണ്, ഇത് നമ്മുടെ നോർമൽ, ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം അല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഐ ആണ്, ഈ ആംഗിൾ എന്ന് ആറാണ്. സോ ഐ ഷുഡ് ബി ഈക്വൽ ടു ആർ എന്നുള്ള കാര്യം നമുക്കറിയാം. റെഡി? ഇനി നിങ്ങൾ നോക്കുക, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ആംഗിൾ ആണല്ലേ അല്ലേ? ഈ ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആംഗിൾ എത്രയാ അല്ലേ? ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് 90. അപ്പോൾ ഇത്രയും 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 - 30, അതായത് 60 അല്ലേ? ഇത് എത്രയാ?
60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം I = R ആണ്. സോ ഇതും എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി അറിയണം കേട്ടോ. അപ്പം ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇത് 60 ആയതുകൊണ്ട് ഇതും 60 ആയിരിക്കും. സോ R = 60 എന്ന് പറയാം. റെഡി? ഇനി നോക്കുക അടുത്തൊരു ചോദ്യം. ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഹോൾഡ്സ് ട്രൂ ഫോർ, അല്ലേ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. പ്ലെയിൻ മിറേഴ്സ് ഓൺലി, കോൺകേവ് മിറേഴ്സ് ഓൺലി, കോൺവെക്സ് മിറേഴ്സ് ഓൺലി, ഓൾ റിഫ്ലക്റ്റിംഗ് സർഫസസ് അല്ലേ? നമുക്കറിയാം ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്, റിഫ്ലക്ഷൻ്റെ ലോ ആണല്ലേ. അപ്പോൾ എല്ലാ റിഫ്ലക്റ്റിംഗ് സർഫസുകളിലും നമ്മുടെ ലോ ഓഫ് എന്താണ്? റിഫ്ലക്ഷൻ ഒബേ ചെയ്യണം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൾ റിഫ്ലക്റ്റിംഗ് സ്പേസ് അല്ലേ? അതായത് പ്ലെയിൻ മിറർ ആയിക്കോട്ടെ, കോൺകേവ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, ഏത് മിറേഴ്സും ആയിക്കോട്ടെ, റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. ആൻഡ് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇതാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് റേ ആണ്, ഇതെന്താ റിഫ്ലക്റ്റഡ് റേ ആണ്, ഇതിൻ്റെ ഇടയിലാണ് 60 ഡിഗ്രി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നടുക്ക് കൂടെ നമ്മളുടെ നോർമൽ വരയ്ക്കുക. ഓക്കെ, അപ്പം നോർമൽ ഇങ്ങനെ വരച്ചു. അപ്പം നമ്മുടെ 60-നെ കറക്റ്റായിട്ട് പകുതിയായി വെട്ട് അല്ലേ? അപ്പം ഇത് I ആയിരിക്കും, ഇത് R ആയിരിക്കും അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ 30 ആയിരിക്കണം അല്ലേ? അപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ് മക്കളെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30. ഇനി നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, സ്റ്റേറ്റ് ദ 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ 2 ലോസ് ആണ് എഴുതാൻ പറഞ്ഞത്. മിസ് ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 2 ലോസ് വളരെ കൃത്യമായിട്ട് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് തന്നെ കിട്ടും. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഫസ്റ്റത്തെ ടോപ്പിക് നമ്മൾ സെറ്റാക്കി. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ എന്താണ് റിഫ്ലക്ഷൻ്റെ നിയമങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഫുൾ ഓൺ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു കുട്ടി ഹോംവർക്ക് തരികയാണ്. ഇത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? യെസ്, നല്ല മക്കളായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, എല്ലാവരും നല്ല മക്കളായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ. ഇത് 25 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ R എന്താണ്, I എന്താണ്? ഓക്കെ, ആറും ഐയും എന്താണ് എന്നുള്ളതാണ് മിസ്സിൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ കണ്ടൻറ് വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഫിസിക്സ് അല്ലേ സയൻസിൽ ഫുൾ A1 വാങ്ങിക്കണം, ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CBSE ലക്ഷ്യ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻസ് ഇനിയും നമ്മളുടെ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ A1ലേക്ക് എത്തണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മക്കളെ മെസ്സേജ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.